ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കൊച്ചു നോമ്പുകാല ചിന്തകൾ ഇന്ന് 26-ാം ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, കുരിശ് പ്രത്യാശയുടെ പ്രതീകമായിരിക്കുന്നത് എന്തുകൊണ്ട്? വൈ ഇസ് ദ ക്രോസ് എ സിംബൽ ഓഫ് ഹോപ്പ്? കുരിശ് എന്നത് വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും ശിക്ഷയുടെയും ചിഹ്നമായിരുന്നെങ്കിലും യേശുവിൻ്റെ ബലിയിലൂടെ അത് പ്രത്യാശയുടെ ചിഹ്നമായി മാറി. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേലുള്ള വിജയത്തിൻ്റെ അടയാളമാണ് കുരിശ്. യേശു കുരിശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായാണ്. അവൻ്റെ സ്നേഹബലിയിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. കുരിശ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും എത്ര വലുതാണെന്നാണ്. കുരിശ് നമുക്ക് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന ഉറപ്പാണത്. അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന ഉറപ്പ്. ഈ നോമ്പുകാലം കുരിശിലെ പ്രത്യാശയെക്കുറിച്ച് ധ്യാനിക്കാനുള്ള ഒരു സമയമാകട്ടെ. ഓരോ കുരിശടയാളങ്ങളും നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്, സംരക്ഷിതരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനം ശ്രവിക്കാം. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.